അപ്പൊ മിയ, നമ്മുടെ മത്സരങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ഗംഭീരമായ മത്സരമായിരുന്നു. നമ്മളെല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ആ ഹാപ്പിനെസ് ഒന്നും കൂടി കൂട്ടാനാണോ അതെയോ ചെറിയൊരു ടെൻഷനൊക്കെ തരാൻ മിയ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതായത് നിങ്ങളുടെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവാണ്. അപ്പൊ നമുക്കറിയാം ആരായിരിക്കും അടുത്തത്, അല്ലെങ്കിൽ എങ്ങനെ എന്തൊക്കെ തീരുമാനിക്കാൻ മിയെ നമ്മൾ വിളിക്കും. അതിനു മുമ്പ് നിങ്ങൾ രണ്ട് ഫാമിലീസും പ്ലീസ് കം. യെസ്, അപ്പോ നമ്മുടെ ടീം മെമ്പേഴ്സ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ടെൻഷനൊന്നും ഇല്ലല്ലോ, കൂളല്ലേ എല്ലാവരും? നിങ്ങൾ കൂളാണെന്ന് പറഞ്ഞാലും മിയ വരുള്ളൂ, അല്ലെങ്കിൽ മിയ അവിടെ പേടിച്ചിരിക്കും. അതുകൊണ്ടാണ്. മിയ വരൂ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ സൂപ്പർ ഫാമിലിയുടെ ഓവറോൾ ഒരു പെർഫോമൻസ് വെച്ചിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുന്നതാണ്. മിയ ഒരു ജഡ്ജ്മെന്റിൽ ഒരു തീരുമാനത്തിലെത്തി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോ എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു മൊമെന്റില്? റിസൾട്ട് ഇപ്പൊ ഇങ്ങനെ പറയാൻ പോവാണ്. ഈ ഒരു മൊമെന്റില് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നന്നായിട്ട് ചെയ്യാൻ പറ്റി. അടുത്ത ഇതിലേക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയില്ലല്ലോ. ഇനി രാജാസ് ടീം. ചേച്ചി പറയൂ. എനിക്ക് സന്തോഷം ഇങ്ങനെ ഫ്ലോറിൽ വന്ന് പെർഫോം ചെയ്യാൻ പറ്റിയതില്. പിന്നെ സ്വാസിക ചേച്ചിനെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈശ്വരാ, സംഗതി വേറെ ഓളോട് പറയരുത് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്തായാലും പറയും. നിങ്ങൾക്കൊന്നും തോന്നരുതിട്ട് പറഞ്ഞു. ഇത് ഇങ്ങനെ ഈ പ്രോഗ്രാം തുടങ്ങാൻ പോവാണ്, അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. അങ്ങനെ ഞാൻ അവളോട് ചോദിച്ചേ. അപ്പോൾ ഓള് പറഞ്ഞു അത് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഇതിന് മുന്നൊരു ഷോക്ക് പോയിട്ട് ഇതേമാതിരി അവളുടെ ഭാഗം ജസ്റ്റ് ഒന്ന് താഴ്ന്നപ്പോൾ മൊത്തത്തിൽ അപ്പോൾ ആ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ വരില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും പെണ്ണിനെ കൂട്ടി പോയിക്കില്ല. ഞാൻ പറഞ്ഞത് ഫാമിലി ഷോ ആണ്, ഇവളതല്ല വേറെ പേര് അങ്ങനെ അവള് ഉദ്ദേശിച്ചു. അപ്പോൾ പറഞ്ഞു അത് പറ്റൂല, ഫാമിലി തന്നെ വേണം. ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പോട്ടെ ചേച്ചി, ഞാൻ എനിക്ക് നല്ലൊരു ആഗ്രഹം ഇങ്ങനെ ഭാര്യയും കുട്ടികളായിട്ട്. ഇത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവള് വിളിക്കണത്. ഞാൻ വർഷാവിൽ പണിയെടുത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പോയാലോ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ എന്താ പെട്ടെന്ന് അന്നാണ് ഈ വിഷു കഴിഞ്ഞാണ്ട് ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇവളത് കാണുന്നത്. എന്താ പോയാലും ചോദിച്ചപ്പോ അല്ല സ്വാസികയാണ് ആങ്കർ, എനിക്ക് സ്വാസികനൊന്ന് കാണണം. സത്യം പറഞ്ഞ അതിന് പോന്നതാണുള്ളൂ, അല്ലാതെ സ്കിറ്റ് ചെയ്യാനൊന്നും വന്നതല്ല. എന്നോട് ഇൻട്രോയിൽ പറയണ്ടേ? അയ്യോ, താങ്ക് യു. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നി വന്നല്ലോ. നമ്മൾ കണ്ടു, സംസാരിച്ചു, കുറെ നേരം ഒരുമിച്ചിരുന്നു. അപ്പൊ ഇനി നോക്കാം എന്താണ് പ്ലാൻസ് എന്ന്. ചേട്ടന് ആരെങ്കിലും കാണണം എന്ന് വിചാരിച്ചല്ല, ചേട്ടന് സ്റ്റേജിൽ കയറണം, പെർഫോം ചെയ്യണം എന്ന് വിചാരിച്ച് വന്ന ആളാണ്. അല്ല, എനിക്ക് ഇഷ്ടം പറഞ്ഞാൽ മതി. ഒരു അഗ് മിസ്സായിട്ട് തനിക്കിനി ഒരു ഡയലോഗ് പറയാം. ആക്ച്വലി ഇവിടെ മാത്രമല്ല മലപ്പുറത്തുണ്ട്. എനിക്ക് ഇവിടെ മാത്രമല്ല, അങ്ങ് മലപ്പുറത്തുണ്ട് പിടി. ഇവിടെ വരാൻ പറ്റിയാലും സന്തോഷം. ഞാൻ ഇത്ര ഇങ്ങനെ ഫാമിലി ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഒരു TV ഷോ ചെയ്യണം, അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴാണ് അതിനുള്ളൊരു അവസരം കിട്ടിയത്. അപ്പൊ ഇനി മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നന്നു. ഇനി പോകാൻ പറ്റിയില്ല വെച്ചിട്ട് ഒരു വിഷമവും ഇല്ല, കാരണം എന്റെ ആഗ്രഹം നടന്നു, ഓൾ ആഗ്രഹവും നടന്നു. എന്തായാലും റിസൾട്ട് പറഞ്ഞേക്കാം. യെസ്, ഓക്കെ. മാനസികമായിട്ട് തയ്യാറായിട്ടും ഒക്കെ നിൽക്കുകയാണ്. സോ ലെറ്റ്സ് റിവീൽ ദി റിസൾട്ട് അല്ലേ? ഓക്കെ. അപ്പൊ 2 ക്യാപ്റ്റൻസ് എന്റെ കൂടെ ഒന്ന് വരുമോ? നമ്മുടെ സൂപ്പർ ഫാമിലിയുടെ നമ്മളുടെ ജേർണിയിൽ ഇനി അടുത്ത റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഫാമിലി രാജാസ് ടീം. ഓക്കെ, സോ ടീം ശ്രീരാഗ, കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ ഇവിടെ വന്ന് പെർഫോം ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് അടുത്ത വേദികളിൽ കാണാം. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഇവർക്കൊരു സ്നേഹ സമ്മാനം കൊടുത്ത് വെൽക്കം ചെയ്യാം. നിങ്ങൾക്കും ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, യെസ്. നമ്മുടെ ടീം ശ്രീരാഗ അവർക്കുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആണ്. ഫാമിലി വെഡിങ് സെന്റേഴ്സ് നൽകുന്ന സമ്മാനങ്ങളുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഫാമിലി വെഡിങ് സെന്ററിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്കൊരു സമ്മാനം.